ഹലോ, തേങ്ങാച്ചോറും ചിക്കൻ വറുത്തരച്ച കറിയും തയ്യാറാക്കിയാലോ? ഇന്നത്തെ സ്പെഷ്യലാണേ. ആദ്യം നമുക്ക് തേങ്ങാച്ചോറ് റെഡിയാക്കാം. ആവശ്യത്തിനുള്ള അരി എടുക്കുക. ഞാനിവിടെ മട്ടരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് അരി വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉലുവ, ചെറിയ ഉള്ളി, തേങ്ങ ചിരവിയത്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും നമുക്ക് തേങ്ങാച്ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇത്രയും നമ്മൾ ഈ അരിയിലേക്ക് ചേർത്ത് നമ്മുടെ അരി വേവാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത്, ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. നന്നായിട്ടൊന്ന് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. മട്ടരി ആയതുകൊണ്ട് ഞാനൊരു 3 വിസിലാണ് ഇവിടെ അടുപ്പിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ അരിയുടെ വേവ് അനുസരിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ. കുക്കറിൽ വെക്കുന്നവർക്ക് കുക്കറിൽ വെക്കാം, അല്ലാണ്ട് വേവിക്കുന്നവർക്ക് അല്ലാണ്ടും വേവിക്കാം കേട്ടോ. അത് നമ്മുടെ ഒരു ചോയ്സാണേ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറിയും കൂടെ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ട് ചിക്കനിലേക്ക് ആവശ്യമായ പച്ചക്കറി, ഞാനിവിടെ കിഴങ്ങ്, തക്കാളി, വലിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇവിടെ എല്ലാം ഞാൻ ഓരോന്നാട്ടോ എടുത്തത്. ഒരു തക്കാളി, ഒരു വലിയ ഉള്ളി, ഒരു കിഴങ്ങ്, ആവശ്യത്തിന് എരിവിനനുസരിച്ച് പച്ചമുളക്, പിന്നെ ഇഞ്ചിയും കൂടെ ചേർത്ത് മസാല, മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചിക്കൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് വെള്ളമൊഴിച്ച് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ തേങ്ങാച്ചോറും ചിക്കൻ വറുത്തരച്ച കറിയും. മലപ്പുറംകാരുടെ ഒരു സ്പെഷ്യൽ വിഭവം എന്ന് പറയാം. നോമ്പ് സമയത്തൊക്കെ മിക്ക വീടുകളിലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യാണ്ടിരിക്കുകയല്ല ഇത്. അടച്ച് വെച്ച് നമുക്ക് നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് അതിലേക്ക് വേണ്ട അരപ്പിനുള്ളത് റെഡിയാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ, വെളുത്തുള്ളി, പെരുംജീരകം, അതായത് വലിയ ജീരകം, തേങ്ങ, കറിവേപ്പില, ഇത്രയും ചേർത്ത് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. തേങ്ങ വറുക്കുന്നതിൽ ഒരു പരുവമുണ്ടേ. ആ പരുവം തേങ്ങ കരിയാണ്ട് നോക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് തേങ്ങ വറുത്തെടുക്കാം. കറിവേപ്പില എത്രയും ഇടുന്നു അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഇതാ ഏകദേശം നമുക്ക് ഈ ഒരു പരുവത്തിലേക്ക് തേങ്ങ ആയിക്കഴിഞ്ഞാൽ തേങ്ങ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അതിലേക്ക് അല്പം ചിക്കൻ മസാല, ജസ്റ്റ് ടേസ്റ്റിന്, പിന്നെ മല്ലിയില ഇട്ടാൽ അത്രയും ടേസ്റ്റാണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നേരം തിളപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെയാണ് പൊതുവെ പറയാറ്. ഇനി നമുക്കിതിൻ്റെ പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് ചിക്കൻ കറിയിലേക്ക് നമ്മൾ വറവ് ചേർക്കുക എന്നുള്ളതാണേ. അതിന് നമുക്ക് അല്പം ചെറിയുള്ളി, കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വറവെടുത്ത് കറിയിലേക്ക് ഒഴിക്കാം. ഇതാ നമ്മുടെ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാച്ചോറിലെ വിസിലൊന്ന് കളയാം കേട്ടോ. കുക്കറിൻ്റെ വിസിലൊന്ന് കളഞ്ഞ് തേങ്ങാച്ചോറ് എന്തായി നമുക്ക് നോക്കാം. ഇതാ കണ്ടോ, തേങ്ങാച്ചോറ് റെഡിയായി. തേങ്ങാച്ചോറിലേക്ക് നമ്മൾ എത്രത്തോളം തേങ്ങ ചേർക്കുന്നു, ചെറിയുള്ളി ചേർക്കുന്നു, അത്രയും ടേസ്റ്റാണേ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. വീഡിയോ അല്പം ലോങ് ആയതുകൊണ്ടും ഞാൻ ഒത്തിരി വീഡിയോ എടുക്കാത്തത് കൊണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ദാ നമ്മുടെ തേങ്ങാച്ചോറും ചിക്കൻ വറുത്തരച്ച കറിയും റെഡി. ഞാനിതിലേക്ക് പപ്പടവും തൈരും കൂടെ എടുക്കുന്നുണ്ടേ. അപ്പോൾ താങ്ക് യു.